ന്യൂസിലാൻഡിൽ ഒരു സാധാരണ ഒരു നേഴ്സിന് പെർ ഇയർ കിട്ടുന്ന ശമ്പളം എത്രയാണ്? ഐഡിയ ഉണ്ടോ? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേഴ്സിന് ന്യൂസിലാൻഡിൽ കിട്ടുന്നത് പെർ ഇയർ ഏകദേശം ഒരു 99,000 ന്യൂസിലാൻഡ് ഡോളറാണ്. ഏകദേശം ഇന്ത്യൻ മണി എന്ന് പറയുന്നത് ഏകദേശം ഒരു 48 ലക്ഷം രൂപ. 30% ടാക്സ് പോകുന്നുണ്ട്. അത്രയും പോയി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 30 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെയാണ് പെർ ഇയർ കിട്ടുന്നത്. ഒരു എൻറോൾഡ് നേഴ്സിന് കിട്ടുന്നത് 76,000 ന്യൂസിലാൻഡ് ഡോളറാണ്. 76,000 ന്യൂസിലാൻഡ് ഡോളറിൻ്റെയും പോകും, ഒരു 30% ഒക്കെ ടാക്സ് പോയിട്ട് ബാക്കി എമൗണ്ട് കിട്ടും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന് കിട്ടുന്ന പെർ അവർ റേറ്റ് എന്ന് പറയുന്നത് 51 ന്യൂസിലാൻഡ് ഡോളറാണ്. ഓക്കെ, അതിപ്പോൾ ഇവർ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാളും 50 ആയിരുന്നു, അത് സംതിങ് 51 സംതിങ്ങിലേക്ക് കൂട്ടിയിട്ടുണ്ട്. 51.89 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ടൊരു നേഴ്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെർ അവർ കിട്ടുന്നത് 36 ന്യൂസിലാൻഡ് ഡോളറാട്ടോ. പെർ അവർ കിട്ടുന്നത് 36 ന്യൂസിലാൻഡ് ഡോളറാണ്. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്ക് നമ്മൾ എല്ലാ വർഷവും കുറച്ച് വീതം സെന്റുകൾ ഇവിടെ കൂട്ടുന്നുണ്ട്. ന്യൂസിലാൻഡിലെ റേറ്റ് എല്ലാ വർഷവും കൂടിയിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ 3 വർഷം മുമ്പ് വരുമ്പോൾ സാധനങ്ങൾക്ക് വിലക്കുറവായിരുന്നു. ഇപ്പോൾ സാധാരണ ഇവിടെ ഒക്കെ പഴത്തിന് സാധാരണ 2 രൂപ 80 പൈസ ഉണ്ടായിരുന്നതൊക്കെ അത് 3 രൂപ 60 പൈസയൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ സാധനങ്ങൾക്ക് ഇവിടെ വില കൂടുതൽ വരുന്നുണ്ട്. ഞാനൊക്കെ 2021 ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു $100 സാധനങ്ങൾ നമ്മൾ മേടിച്ചാൽ മതിയായിരുന്നു. ആ സമയത്ത് നമുക്ക് വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളാവും ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ ആ സമയത്ത് $200 ആയിട്ടുണ്ട് കേട്ടോ. ഇവർ പെർ അവർ വെച്ച് കൂട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ അനുസരിച്ച് ഇവർ സാധനങ്ങൾക്കും വില കൂടുന്നുണ്ട്. അപ്പോൾ ലിവിങ് കോസ്റ്റ് എന്താണെങ്കിലും ഇവിടെ കൂടുന്നുണ്ട് കേട്ടോ. 2020 $18.90 ആയിരുന്നു ഇവിടുത്തെ മിനിമം റേറ്റ് പെർ അവർ. ആര് ജോലി ചെയ്താലും മിനിമം സാധാരണക്കാർക്ക് കൂലിപ്പണിക്കാരെന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് കിട്ടുന്ന പെർ റേറ്റ് ഇതായിരുന്നു $18.90. അത് 4 വർഷം കൊണ്ട് ഇപ്പോൾ എത്ര നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? $23.15 ആക്കി കൂട്ടിയിട്ടുണ്ട്. ഏകദേശം $4.25 ഡിഫറൻസ് ഇത്ര നാളും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെർ അവറാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇവിടുത്തെ ലിവിങ് കോസ്റ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ഇവർ പെർ അവർ റേറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ വില കൂടുന്നതിൻ്റെ അനുസരിച്ച് ഇവിടുത്തെ പേ റേറ്റിലും വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. കെയർ ഗീവർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ വർക്കർ എന്നൊക്കെ പറയുന്ന പോലെ സാധാരണ കെയർ ഹോമുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ കെയർ ഗീവറായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. നേഴ്സ് അല്ലാത്ത ആളുകൾക്ക് അവർക്ക് പെർ ഇയർ കിട്ടുന്നത് ഏകദേശം ഒരു 64,000 ന്യൂസിലാൻഡ് ഡോളറാണ് പെർ ഇയർ കിട്ടുന്നത്. അവർക്കുടെ മിനിമം റേറ്റ് എന്ന് പറയുന്നത് 28.25 ആണ് കേട്ടോ. അവർക്ക് കൊടുക്കുന്ന ലെവൽ 4 കെയർ ഗീവർക്കോ സപ്പോർട്ട് വർക്കർക്കൊക്കെ. സാധാരണ നേഴ്സുമാർ GNO നേഴ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ലെവൽ 4 കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് മിനിമം പേ റേറ്റ്. ഇതൊക്കെയാണ് ന്യൂസിലാൻഡിലെ ഒരു മിനിമം പേ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ എല്ലാ സപ്പോർട്ടുകൾക്കും താങ്ക്സ്. ഒരിക്കൽ കൂടി നന്ദി പറയാം കേട്ടോ. താങ്ക് യു വെരി മച്ച്.